وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والصلاة والسلام على من لا نبي بعده نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. على الأرائك ينظرون تعرف في وجوههم نظرة النعيم يسقون من رحيق مختوم ختامه مسك وفي ذلك فليتنافس المتنافسون ومزاجه من تسنيم عينا يشرب بها المقربون إن الذين أجرموا كانوا من الذين آمنوا يضحكون وإذا مروا بهم يتغامزون وإذا انقلبوا إلى أهلهم انقلبوا فكهين وإذا رأوهم قالوا إن هؤلاء لضالون وما أرسلوا عليهم حافظين فاليوم الذين آمنوا من الكفار يضحكون على الأرائك ينظرون هل ثوب الكفار ما كانوا يفعلون. ഏറ്റവും പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പന നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കുക. അള്ളാഹു നമുക്കായി ഒരുക്കി വെച്ചിട്ടുള്ള ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിച്ചേരുവാൻ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക. വിശുദ്ധ റമദാനിൻ്റെ അവസാന ദിനരാത്രങ്ങളിലാണ് ഞാൻ നിങ്ങളുമൊക്കെയുള്ളത്. ഈ വിശുദ്ധ റമദാനിലെ ലൈലത്തുൽ ഖദറിൽ ഉൾപ്പെടുവാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. സൂറത്തുൽ മുത്തഫിഫീനിലെ 22 ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അള്ളാഹ് 23 മുതൽ അവസാനം വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുന്നത്. പഠിക്കുക, പകർത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഫുജാറുകളും അബ്റാറുകളും ഒരുപോലെയല്ലെന്നും ഫുജാറുകളുടെ കിതാബ് അത് രേഖപ്പെടുത്തി വെക്കുക സിജ്ജീനിലായിരിക്കും എന്നും വിശ്വാസികളായ അബ്റാറുകളുടെ രേഖ ഇല്ലിയീനിലായിരിക്കുമെന്നും എന്താണ് ആ ഇല്ലിയീൻ എന്നും അള്ളാഹു തആല വിശദീകരിച്ചു. അവസാനം ഇന്നൽ അബ്റാറ ലഫീ നഈം, തീർച്ചയായും അബ്റാറുകൾ സുഹൃതവാന്മാർ ലഫീ നഈം, അവർ അനുഗ്രഹത്തിലായിരിക്കും എന്ന് പറഞ്ഞു. തുടർന്ന് ആ അബ്റാറുകളാകുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ ലഭ്യമാകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് അള്ളാഹു വിശദീകരിക്കുന്നത്. അലൽ അറായികി യൻദുറൂൻ, സോഫകളിലിരുന്ന് അവർ നോക്കിക്കൊണ്ടിരിക്കും. അബ്റാറുകൾ സ്വർഗത്തിലാണ്, സ്വർഗത്തിന്റെ വലിയ അനുഗ്രഹത്തിലാണ് അവർ ഉണ്ടാവുക. എന്നിട്ട് അവർ അലൽ അറായികി, സോഫകളിലിരുന്ന് യൻദുറൂൻ, അവർ നോക്കിക്കൊണ്ടിരിക്കും. മനോഹരമായ വിരിപ്പുകളിൽ, വളരെ അലങ്കൃതമായ കട്ടിലുകളിൽ അവർക്ക് അല്ലാഹു തയ്യാറാക്കിയ സന്തോഷങ്ങളിലേക്കും ഔദാര്യവാനായ റഹ്മാനായ റബ്ബിന്റെ മുഖത്തേക്കും അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. തഅരിഫു ഫീ വുജൂഹിഹിം നളറതൻ നഈം, തഅരിഫു, നിനക്ക് കാണാൻ കഴിയും, നിനക്കറിയാൻ കഴിയും, ഫീ വുജൂഹിഹിം, അവരുടെ മുഖങ്ങളിൽ, നളറതൻ നഈം, നളറത്ത്, വല്ലാത്ത ഒരു തിളക്കം, അന്നഈം, അനുഗ്രഹത്തിന്റെ സുഖാനുഭവത്തിന്റെ തിളക്കം നിനക്കറിയാം. അവരുടെ മുഖങ്ങളിൽ സുഖാനുഭവത്തിന്റെ തിളക്കം നിനക്ക് കാണാൻ കഴിയും. ആ സ്വർഗത്തിൽ അങ്ങ് എത്തിക്കഴിഞ്ഞാൽ അവരുടെ മുഖങ്ങളിൽ വല്ലാത്ത തിളക്കമായിരിക്കും. എന്തുകൊണ്ടാ മുഖത്തിൽ തിളക്കമുള്ളത്? അത് അവർ ആ സ്വർഗത്തിൽ അനുഭവിക്കുന്ന ആ സുഖങ്ങളുടെ ആ അനുഭവം കാരണത്താൽ അവരുടെ മുഖങ്ങളിൽ വല്ലാത്ത തിളക്കമുണ്ടാകും എന്നാണ് അള്ളാഹു പറയുന്നത്. വല്ലാത്ത ഒരു ശോഭയും പ്രസന്നതയും ഭംഗിയുമൊക്കെ അവരുടെ മുഖങ്ങളിൽ ഉണ്ടാകും. അള്ളാഹു ആ സ്വർഗം നമുക്കൊക്കെ വുജൂബാക്കുമാറാവട്ടെ. ആമീൻ.
യുസ്ഖൗന മിർ റഹീഖിൻ മഖ്തൂം ഖിതാമുഹു മിസ്ക് വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ. പിന്നെയോ യുസ്ഖൗന അവർക്ക് കുടിക്കാൻ നൽകപ്പെടുന്നതാണ്. യുസ്ഖൗന ആ അബ്റാറുകളാകുന്ന വിശ്വാസികളായ സുഹൃതവാന്മാരായ ആളുകൾക്ക് കുടിക്കാൻ നൽകപ്പെടും. എന്തിൽ നിന്ന്? മിർ റഹീഖ്, ശുദ്ധമായ മദ്യത്തിൽ നിന്ന്. ദുനിയാവിലെ മദ്യമല്ല, സ്വർഗത്തിലെ മദ്യത്തിൽ നിന്ന്. എങ്ങനെയുള്ള മദ്യം? മഖ്തൂം, മുദ്രവെക്കപ്പെട്ട ശുദ്ധമായ മദ്യത്തിൽ നിന്ന് അവർക്ക് കുടിക്കാൻ നൽകപ്പെടും. എന്തിനാലുള്ള മുദ്രയാണ് ആ മദ്യത്തിനുള്ളത്? ഖിതാമുഹു, അതിന്റെ മുദ്ര മിസ്കുൻ, കസ്തൂരിയായിരിക്കും. ഖിതാമുഹു മിസ്ക്, അവർക്ക് കുടിക്കാൻ നൽകപ്പെടുന്ന ആ മദ്യത്തിന്റെ അതിന്റെ മുദ്ര കസ്തൂരിയായിരിക്കും. ഇനി അല്ലാഹു തആല പറയും, നോക്ക്, വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ. അതുകൊണ്ട് ഇത്രയും അനുഗ്രഹമായ സ്വർഗം, ഈ അനുഗ്രഹം ലഭ്യമാകുവാൻ, വഫീ ദാലിക, അതിന് വേണ്ടി, ഫൽയതനാഫസിൽ മുതനാഫിസൂൻ, മുതനാഫിസ് കിടമത്സരം നടത്തുക, വാശി കാണിക്കുന്നവർ. മുതനാഫിസൂൻ കിടമത്സരം നടത്തുന്നവർ, വാശി കാണിക്കുന്നവർ ആ സ്വർഗത്തിന് വേണ്ടി വാശി കാണിക്കട്ടെ, മത്സരിക്കട്ടെ. ആ സ്വർഗത്തിലെത്താൻ അള്ളാഹു നൽകിയിട്ടുള്ള ആയുസ്സും ആരോഗ്യവും സമയവും സന്ദർഭവും എല്ലാം അള്ളാഹുവിന്റെ ആ സ്വർഗത്തിലെത്താൻ മത്സരിച്ചു കൊള്ളട്ടെ അതിനാഗ്രഹമുള്ളവർ എന്നാണ് അള്ളാഹു തആല പറയുന്നത്. ശുദ്ധമായ മദ്യത്തിൽ നിന്ന് അവർക്ക് കുടിക്കാൻ നൽകപ്പെടും. അത് പാനീയങ്ങളിൽ ഏറ്റവും ശുദ്ധമായതാണ്. പാനീയങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ശുദ്ധമായതും ഏറ്റവും രുചിയേറിയതുമായിരിക്കും അത്. ആ പാനീയം അതിന്റെ മുദ്ര കസ്തൂരിയാണ്. മുദ്ര വെക്കപ്പെട്ടത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ആസ്വാദനത്തെയോ അതല്ലെങ്കിൽ ഒരിക്കലും അതിന്റെ രുചി വ്യത്യാസമില്ലാത്ത, കേടുപാടുകൾ ഒന്നും വരാത്തതോ അതിൽ ഒന്നും പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് അതിനൊക്കെയാണ് അല്ലാഹു തആല എന്ത് ചെയ്തത്? കസ്തൂരി കൊണ്ടുള്ള മുദ്ര വെച്ചിരിക്കുന്നത്. മുദ്ര വെക്കപ്പെട്ട ശുദ്ധമായ മദ്യത്തിൽ നിന്ന് അവർക്ക് കുടിക്കാൻ നൽകപ്പെടും. എന്താണ് ഈ മുദ്ര വെക്കപ്പെടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്നുകിൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മുഫസ്സിറുകൾ പറയുന്നത് അതിന്റെ ആസ്വാദനത്തെയും, അതുപോലെ അത് ഒരിക്കലും അത് കേടുവരുത്തുന്നതോ അതിലേക്കൊന്നും പ്രവേശിക്കുകയൊന്നുമില്ല, ആ നിലക്ക് അതിനെ മുദ്ര വെക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞ മുഫസ്സിറുകളുണ്ട്. മറ്റൊരു ആശയം, ആ മദ്യം കുടിച്ചു തീരുമ്പോ അതിന്റെ ആ പാത്രത്തിന്റെ അടിയിൽ അവസാനം എത്തുന്നത് കസ്തൂരിയായിരിക്കും. സാധാരണ ദുനിയാവിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒന്ന് കുടിച്ചാൽ അതിന്റെ ഏറ്റവും അടിയിലുള്ള, ഇപ്പൊ ചായ കുടിച്ചാൽ അതിന്റെ ചായപ്പൊടി ചണ്ടിയൊക്കെ ഉണ്ടാകും, അത് നമ്മൾ തുപ്പിക്കളയാറും അത് ഒഴിവാക്കാറുമാണ് പതിവ്. എന്നാൽ നേർ വിപരീതം, ഇവിടെ കുടിക്കാൻ കൊടുക്കപ്പെടുന്നതിന്റെ ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും രുചിയേറിയത് അതിന്റെ ഏറ്റവും അവസാനത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു അർത്ഥം പറഞ്ഞത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ അതുകൊണ്ട് ഉദ്ദേശിച്ചത് അത് പൂർണ്ണമായ അർത്ഥം അള്ളാഹുവിന് മാത്രമേ അറിയൂ. അവസാനം അള്ളാഹു പറഞ്ഞു, അതിനു വേണ്ടി മത്സരിക്കുന്നവർ അതിനു വേണ്ടി മത്സരിക്കട്ടെ. ആ സ്വർഗത്തിലേക്ക് എത്തുന്ന പ്രവർത്തനങ്ങളിൽ ധൃതി കാണിക്കാൻ അവർ മത്സരിക്കട്ടെ. അത് നേടുന്നതിന് ഏറ്റവും വിലപ്പെട്ടതിനെ ത്യാഗം ചെയ്യുന്നതിന് മുൻഗണന നൽകണം. നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും എല്ലാം കൊടുത്തുകൊണ്ട്, നമ്മുടെ സമയവും സന്ദർഭവും എല്ലാം കൊടുത്തുകൊണ്ട് ആ സ്വർഗം നേടിയെടുക്കാൻ വാശിയോടുകൂടെ മുന്നേറണം. അവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വർഗീയ ആരാമങ്ങളും അതിലെ അനുഭൂതികളും ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ് അല്ലാഹു തആല നമുക്ക് അറിയിച്ചു തരുന്നത്. തുടർന്ന് വമിസാജുഹു മിൻ തസ്നീം ഐനൻ യശ്റബു ബിഹൽ മുഖറബൂൻ. ഇനി അല്ലാഹു തആല വീണ്ടും അതിന്റെ പവിത്രത പറയാം. വമിസാജുഹു മിൻ തസ്നീം, അതിലെ ചേരുവ തസ്നീം ആയിരിക്കും. അതിലെ ചേരുവ തസ്നീം ആയിരിക്കും. ഐനൻ യശ്റബു ബിഹൽ മുഖറബൂൻ, അതായത് സാമീപ്യം സിദ്ധിച്ചവർ കുടിക്കുന്ന ഒരു ഉറവ് ജലം, മഹാരഥന്മാരാകുന്ന ആളുകൾ കുടിക്കുന്ന ഒരു ഉറവ് ജലമായിരിക്കും അതിലെ ചേരുവ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അവർക്ക് മാത്രം സ്വർഗീയ പാനീയങ്ങളിൽ ഏറ്റവും ഉന്നതമായത്. അതിനാൽ തന്നെ അത് സാമീപ്യം സിദ്ധിച്ചവർക്ക് മാത്രം പ്രത്യേകമാണ്. അള്ളാഹുവിന്റെ ഇഷ്ടവും അവന്റെ പൊരുത്തവും നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു മുഖറബീൻ എന്ന് പറഞ്ഞതിന്റെ വിശദീകരണത്തിൽ. അമ്പിയാക്കൾ, അതേപ്രകാരം സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, അതുപോലെയുള്ള മുഖറബീങ്ങളായ ആളുകൾ നന്മയുടെ പക്ഷക്കാർക്ക് വേണ്ടി കലർത്തിയുണ്ടാക്കിയത് ഏറെ രുചികരമായ പാനീയവും ശുദ്ധമായ മദ്യവും ചേർത്തതായിരിക്കും
എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അപ്പൊ ഈ ഇത്രയും ഉന്നതമായ ആ സ്വർഗീയ ആരാമത്തിലെ പാനീയം കുടിക്കാൻ ഭാഗ്യം ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. അതിനു വേണ്ടി മത്സരിക്കണം. മടിയന്മാരായി നിന്നാൽ, കിട്ടിയ സമയം അതിനു വേണ്ടി ഉപയോഗിക്കാതിരുന്നാൽ ഒരിക്കലും ഈ അനുഗ്രഹീതമായ പാനീയം കുടിക്കാൻ ഒരിക്കലും അവർക്ക് ഭാഗ്യമുണ്ടാവുകയില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ സ്വർഗത്തിൽ എത്തുവാനും ആ സ്വർഗത്തിൽ നമുക്കായി അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള എല്ലാവിധ ഭക്ഷണങ്ങളും അനുഭൂതികളും അനുഗ്രഹങ്ങളും വേണ്ടതുപോലെ ആസ്വദിക്കുവാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിന് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, നമ്മുടെ സ്നേഹിച്ചവർ, നമ്മെ സഹായിച്ചവർ എല്ലാവർക്കും അല്ലാഹു ആ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നരകത്തിൽ നിന്ന് അല്ലാഹു തആല നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. തുടർന്ന് അല്ലാഹു പറയുന്നത് നോക്ക്, ഫുജാറുകളും അബറാറുകളും ഒരുപോലെയല്ലെന്നും കുറ്റവാളികളായ തമ്മാടികളാകുന്ന ആളുകൾ അവർക്ക് നരകമായിരിക്കും ഉണ്ടാവുക. എന്നാൽ അബറാറുകൾക്ക്, സുഹൃതവാന്മാർക്ക് അവർക്ക് വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും, അവർക്ക് സ്വർഗമുണ്ടാകും എന്ന് അല്ലാഹു തആല പഠിപ്പിച്ചു. എന്നാൽ വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനോട് മാത്രം വിളിച്ചു തേടുകയും നേർച്ച വഴിപാടുകൾ അള്ളാഹുവിനെ മാത്രം സമർപ്പിക്കുകയും എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ബരമേൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അവിശ്വാസികളും ധിക്കാരികളുമായ ആളുകൾ അവരെ പരിഹസിച്ച് ചിരിക്കുകയായിരുന്നു. നിങ്ങൾ പുത്തംവാദികളാണെന്ന് പറഞ്ഞ്, നിങ്ങൾ വലിയൊരു അള്ളാന്റെ ആൾക്കാർ, നിങ്ങൾ വെറും അള്ളാനോട് മാത്രം തേടുന്നവർ, നിങ്ങൾക്ക് ഔലിയാക്കളില്ല, ബീവിമാരില്ല, മഹാന്മാരില്ല എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് കളവാക്കിയ ആളുകളെ കുറിച്ചാണ് അല്ലാഹു തആല തുടർന്ന് പറയുന്നത്. നോക്ക്, ഇന്നല്ലദീന അജ്റമൂ കാനൂ മിനല്ലദീന ആമനൂ യദ്ഹകൂൻ. തീർച്ചയായും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടവർ, ഇന്നല്ലദീന തീർച്ചയായും ഒരു വിഭാഗം, അജ്റമൂ അവർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരാണ്, കാനൂ അവരായിരിക്കുന്നു, മിനല്ലദീന ആമനൂ സത്യവിശ്വാസികളാകുന്ന ആളുകളെ, യദ്ഹകൂൻ അവരെ കളിയാക്കി ചിരിക്കുന്നവരായിരുന്നു. യദ്ഹകൂന അവരെ കളിയാക്കി ചിരിക്കുകയാണ്. അള്ളാഹിനോട് മാത്രം തേടുമ്പോൾ, അള്ളാഹിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ, പരലോകമുണ്ടെന്ന് പറയുമ്പോൾ, മരണത്തോടുകൂടെ എല്ലാം അവസാനിക്കുകയില്ലെന്ന് പറയുമ്പോൾ, ജീവിതം ഖുർആൻ അനുസരിച്ച് കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നൊക്കെ പറയുമ്പോൾ അള്ളാഹു പറയാ എല്ലാ കാലത്തും അതിനെ പരിഹസിച്ച് ചിരിച്ച ആളുകൾ ഉണ്ടായിരുന്നു. അവർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരാണ്. ശിർക്കുകളിലും ബിദ്അത്തുകളിലും ഹറാമുകളിലും തോന്നിവാസങ്ങളിലും ഏർപ്പെട്ട ആളുകൾ സത്യവിശ്വാസികളെ നോക്കിയിട്ട് കളിയാക്കി ചിരിക്കുകയായിരുന്നു. അവർ ചിരിക്കുമായിരുന്നു. സത്യവിശ്വാസികളുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോ, അവര് നടന്നു പോകുമ്പോ, ബിഹിം സത്യവിശ്വാസികളോ അരികിലൂടെ നടന്നു പോകുമ്പോ, യതഗാമസൂൻ അവര് പരസ്പരം കണ്ണിട്ട് കാണിക്കുമായിരുന്നു. കണ്ണിട്ട് കാണിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മളൊക്കെ നാട്ടിലില്ലേ ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ ഒരു പരിഹാസത്തിന്റെ, കളിയാക്കി ചിരിക്കുന്ന ഒരു സ്വഭാവം, പരിഹസിക്കുന്ന ആ പരിഹാസത്തിന്റെ സ്വഭാവം ആർക്കുണ്ടാകുമായിരുന്നു? അജ്റമൂ ഈ തമ്മാടി കൂട്ടങ്ങൾക്ക്, കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ഉണ്ടാകുമായിരുന്നു. കുറ്റവാളികളാകുന്ന ആളുകൾ ഭൗതികമായ ഈ ജീവിതത്തിൽ സത്യവിശ്വാസികളെ പരിഹസിച്ച് ചിരിക്കും. അതെക്കാലവും അതുണ്ടായിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെയൊക്കെ എത്രയാ, സ്വഹാബത്തിനെയൊക്കെ എത്രയാണ് പരിഹസിച്ച് ആക്ഷേപിച്ചുകൊണ്ട് അവര് കളിയാക്കി ചിരിച്ചിട്ടുള്ളത്. അതേ പ്രകാരം യതഗാമസൂൻ അവർ പരസ്പരം കണ്ണിട്ട് കാണിക്കുമായിരുന്നു. പരസ്പരം ഒരു തരത്തിലുള്ള ഗോഷ്ഠി കാണിക്കും. അവരുടെ അരികിലൂടെ, വിശ്വാസികളുടെ അരികിലൂടെ അവർ നടന്നു പോകുമ്പോ അവരെ മോശമാക്കുന്ന, നിന്ദിക്കുന്ന വർത്തമാനങ്ങൾ പറയും. എന്നാൽ വിശ്വാസികളാകുന്ന ആളുകൾ മറ്റുള്ള ആളുകളുടെ കളിയാക്കലും പരിഹാസങ്ങൾക്കൊന്നും ചെവി കൊടുക്കേണ്ടതില്ല. അതിക്കാലവും അങ്ങനെയാണ്. തൗഹീദിന്റെ ആളുകളെ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയുന്നവരെ, അള്ളാഹുവിന്റെ റസൂലിനെ, സുന്നത്തിനെ ഇഷ്ടപ്പെടണം, ആ സുന്നത്തുകൾക്ക് അനുസരിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ, ബിദ്അത്തുകളിലേക്ക് പോകരുത് എന്ന് പറയുമ്പോ നമ്മെ പരിഹസിക്കാനും നമ്മളെ പുത്തംവാദികളാക്കാനും നമ്മളെ പ്രവാചക സ്നേഹമില്ലാത്തവരാണ് എന്ന് പറഞ്ഞൊക്കെ പരിഹസിക്കുന്ന ആളുകളുണ്ട്. വിശ്വാസികൾ ആ സമയത്ത് ഏത് നിലപാടാ സ്വീകരിക്കേണ്ടത്? ഒരാളെയും ഭയപ്പെടരുത്. അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും ഭയപ്പെടേണ്ടതില്ല. നമുക്ക് ഏറ്റവും കടപ്പാടുള്ളത് നമ്മുടെ റബ്ബിനോടാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ റബ്ബിനോടാകണം. ആ അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിക്കുന്നിടത്ത് മറ്റൊന്നും നമുക്ക് വിലങ്ങുതടിയാകരുത്. ആരെന്തും പറയട്ടെ, എത്രയും പരിഹസിച്ചോട്ടെ, അവരെത്രയും കളിയാക്കട്ടെ, അതൊന്നും നമുക്ക് പ്രശ്നമാക്കേണ്ടതില്ല. നമുക്ക് വലുത് അള്ളാഹുവാണ്, അള്ളാഹുവിന്റെ ദീനാണ്, അള്ളാഹുവിന്റെ കൽപ്പനകളാണ്. അതിനെ സ്വീകരിക്കാൻ നിർഭയത്വത്തോടെയും സമാധാനത്തോടെയും നിൽക്കാൻ വിശ്വാസികൾക്ക് കഴിയണം എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അവർ കളിയാക്കും, അവർ കണ്ണിട്ട് പല ഗോഷ്ഠികളും വിശ്വാസികൾക്ക് നേരെ കാണിച്ചവരായിരുന്നു. തുടർന്ന് അല്ലാഹു തആല പറയുന്നു, അവരുടെ സ്വന്തക്കാരുടെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലുമ്പോ
രസിച്ചുകൊണ്ട് അവർ തിരിച്ചു ചെല്ലുമായിരുന്നു. വഇദൻ ഖലബൂ, അവരെ തിരിച്ചു ചെല്ലുമ്പോൾ ഇലാ അഹ്ലിഹിം, അവരുടെ അയൽക്കാരിലേക്ക്, അവരുടെ സ്വന്തക്കാരുടെ അരികിലേക്ക് അവര് തിരിച്ചു ചെല്ലുമ്പോൾ ഇൻഖലബൂ, അവര് തിരിച്ചു ചെല്ലുക ഫക്കിഹീൻ, രസിച്ചും പാടിയും ഉല്ലസിച്ചുമാണ് അവരുടെ സ്വന്തക്കാരിലേക്ക് അവർ തിരിച്ചു പോവുക. വഇദാ റഅൗഹും ഖാലൂ ഇന്ന ഹൗലാഇ ലളാല്ലൂൻ, തീർച്ചയായും ഇക്കോട്ടവർ വഴിപിഴച്ചവർ തന്നെയാണ് എന്ന് അവർ പറയുകയും ചെയ്യുമായിരുന്നു. വിശ്വാസികളും വിശ്വാസികളാകുന്ന ആളുകൾ അവരുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നത് കാണുമ്പോൾ, അവരുടെ അരികിലൂടെ നടന്നു പോകുമ്പോൾ ഗോഷ്ഠി കാണിക്കും, അവരെ പരിഹസിക്കും, കളിയാക്കി ചിരിക്കും. എന്നിട്ട് അവരുടെ ആളുകൾ അരികിലേക്ക് ചെല്ലുമ്പോൾ വല്ലാത്ത സന്തോഷിച്ച് രസിച്ചുകൊണ്ടാണ് അവർ ചെല്ലുക. ഞങ്ങൾ അവരെ കളിയാക്കിയിട്ടുണ്ട്, ഞങ്ങൾ അവരോട് അത് പറഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വാസികൾക്ക് നേരെ അവരെ പരിഹസിച്ചതിലൊക്കെ വല്ലാതെ ആനന്ദം കൊള്ളും ഇവർ. മാത്രവുമല്ല, സത്യവിശ്വാസികളെ കാണുന്ന സമയത്ത് വഇദാ റഅൗഹും, സത്യവിശ്വാസികളെ അവരെ കാണുമ്പോൾ ഖാലു, അവര് പറയും ഇന്ന ഹൗലാഇ, ആരാ വിശ്വാസികൾ? അള്ളാഹുവിൽ മാത്രം വിശ്വസിച്ചവർ, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർ, അള്ളാഹ് എന്ന തേട്ടം മാത്രം നടത്തുന്നവർ, എന്നാൽ അതോടൊപ്പം അമ്പിയാക്കളെയും മൗലിയാക്കളെയും ബീവിമാരെയും ഒക്കെ സ്നേഹിക്കുന്നവർ, അവർ കാണിച്ചു തന്ന നല്ല കാൽപ്പാടുകൾ പിന്തുടരുന്നവർ, എന്നാൽ അവരെ സ്നേഹിക്കുക എന്ന ഓമന പേരിട്ടുകൊണ്ട് അവരെ ഒരിക്കലും ആരാധിക്കരുത് എന്ന് പറയുന്ന വിശ്വാസികളെ കാണുമ്പോ ഈ അവിശ്വാസികളായ ആളുകൾ, മുശ്രിക്കുകളായ ആളുകൾ അന്നും പറഞ്ഞു ഇന്നും പറയുന്നു. എന്താ പറയാ? ഖാലൂ, അവര് പറയും മിന്ന ഹൗലാഇ, തീർച്ചയായും ഇക്കൂട്ടർ ലളാല്ലൂൻ, ഇവർ വഴിപിഴച്ചവരാണ് എന്ന് പറയും. വിശ്വാസികളെ നോക്കിയിട്ട് പറയും, ദാ ഇവർ പുത്തംവാദികളാണ്, ഇവർ വഴിപിഴച്ചവരാണ്, ഇവർ മറ്റുള്ളവരെ വഴിപിഴപ്പിക്കുന്നവരാണ്, ഇവർക്ക് പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരാണ്, ഇവർക്ക് റസൂലുള്ളാഹിനെ അംഗീകരിക്കാത്തവരാണ്, ഇവർ ഖുർആൻ കൃത്യമായി പഠിക്കാത്തവരാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ വഴിപിഴച്ചവരാണ് എന്ന് പറയും. ആര്? അവിശ്വാസികൾ പറയും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ ആയത്തൊന്ന് ഇന്ന് ഭൗതികമായ വർത്തമാന കാലഘട്ടത്തിൽ സലഫികളുടെ നേരെ, മുജാഹിദുകളുടെ നേരെ, മുവഹിദുകളുടെ നേരെ, മുസ്ലിമീങ്ങളുടെ നേരെ ആരാണ് എഴുതിവിടുന്നത്? ആരാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്? പല ആളുകളും യഥാർത്ഥ മുസ്ലിമീങ്ങളെ കുറിച്ച് പറയാതെ അവർ പുത്തംവാദികളാണ്, അവർ വഴിപിഴച്ചു പോയവരാണ്. അത് പറയും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പക്ഷേ അത് പറഞ്ഞാലും ഒരിക്കലും ഈ തൗഹീദിൽ നിന്ന്, ഈ ലാ ഇലാഹ ഇല്ലല്ലയിൽ നിന്ന്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന മഹനീയമായ ആദർശത്തിൽ നിന്ന് ഒരു അണുമണി പോലും പിന്നോട്ട് മാറരുത്. ആ സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും അള്ളാഹുവേ മരണം വരെ ഈ തൗഹീദിലായി അടിയുറപ്പിച്ചു നിർത്തുകയും മരിക്കുന്ന സമയത്ത് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണേ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ ഉർസിലു അലൈഹിം ഹാഫിളീൻ, ആ സത്യവിശ്വാസികളുടെ മേൽനോട്ടക്കാരായിട്ട് അവർ നിയോഗിക്കപ്പെട്ടിട്ടൊന്നുമില്ല. വമാ ഉർസിലു, അവർ അയക്കപ്പെട്ടിട്ടില്ല, അലൈഹിം സത്യവിശ്വാസികളുടെ മേൽ, ഹാഫിളീൻ മേൽനോട്ടക്കാരായിട്ട്. വിശ്വാസികളുടെ പ്രവർത്തനങ്ങൾ സദാ നിരീക്ഷിച്ച് അവരുടെ കാര്യം നോക്കാൻ അവരെങ്ങനെയാ ജീവിക്കുന്നത്, എന്താ അവർ പറയണത്, അവരെവിടേക്കാ പോകണത്, എന്തൊക്കെയാ ചെയ്യണത്, അവരെ ഏത് സമയത്തും സത്യവിശ്വാസികളെ നിരീക്ഷിച്ച് അവരെ നോക്കി അവരുടെ കാര്യം നോക്കാൻ ഇവിടെ അവിശ്വാസികളെ ആരും നിയോഗിച്ചിട്ടൊന്നുമില്ല എന്ന് അല്ലാഹു തആല അവരോട് പറയുന്നു. അവർ വഴികേടിലാണ്, അവർ പുത്തംവാദികളാണ്, വഴിപിഴച്ചു പോയവരാണ് എന്ന് ആരോപിക്കാൻ വരെ അവർ ധൈര്യം കാണിച്ചവരാണ് ഈ അവിശ്വാസികളാകുന്ന ആളുകൾ. ഇത് അവരുടെ ധിക്കാരമാണ് എന്നാണ് അല്ലാഹു പറയുന്നത്. വിശ്വാസികളുടെ നേരെ അവിശ്വാസത്തിന്റെ, ശിർക്കിന്റെ ആ മുദ്ര ചാർത്തുന്ന, അവർ പുത്തൻവാദികളാണ് എന്ന മുദ്ര ചാർത്തുന്നത് അത് ഏറ്റവും വലിയ അപകടമാണ്, അത് വലിയ ധിക്കാരമാണ്. അത് അവരുടെ നേരെ, മുഅ്മിനീങ്ങളുടെ നേരെ ശിർക്ക് ആരോപിക്കാൻ, ബിദ്അത്തുകൾ ആരോപിക്കാൻ, അവർ പുത്തൻവാദികളാണെന്ന് പറയാൻ അവരുടെ കയ്യിൽ യാതൊരു തെളിവുമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരു അർഹതയുമില്ല. അവരുടെ ഈ ആരോപണത്തിന്റെ കൃത്യമായ ഫലം നാളെ പരലോകത്ത് അവർക്ക് ഉണ്ട് എന്ന താക്കീതാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്നത്. ഫൽയൗമല്ലദീന ആമനൂ മിനൽ കുഫാരി യൽഹഖൂൻ, എന്നാൽ അന്ന് ഖിയാമത്ത് നാളിൽ ആ സത്യവിശ്വാസികൾ സത്യനിഷേധികളെ കളിയാക്കി ചിരിക്കുന്നതാണ്. ദുനിയാവിൽ നിന്ന് വിശ്വാസികളെ നോക്കി കളിയാക്കി ചിരിച്ചു അവിശ്വാസികൾ. തൗഹീദിന്റെ ആളുകളെ മുശ്രിക്കുകൾ കളിയാക്കി ചിരിച്ചു. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ ബിദ്അത്തിന്റെ കക്ഷികൾ കളിയാക്കി ചിരിച്ചു, പരിഹസിച്ചു. എന്നാൽ നാളെ പരലോകത്തിൽ ഫൽയൗമല്ലദീന ആമനു, അന്നത്തെ ദിവസം ഖിയാമത്ത് നാളിൽ വിശ്വാസികളാകുന്ന ആളുകൾ മിനൽ കുഫാരി, അവിശ്വാസികളാകുന്ന ആളുകളുടെ അവസ്ഥ നോക്കിയിട്ട് യൽഹഖൂന, അവരെ നോക്കിയിട്ട് കളിയാക്കി ചിരിക്കുന്നതാണ്.
ശിക്ഷയുടെ വെപ്രാളത്തില് അവർ കിടന്ന് മറയുന്നത് കാണുമ്പോ, ആ നരകത്തിൽ കിടന്നുകൊണ്ട് അവർ വെന്തു ഉരുകുന്നത് കാണുമ്പോ, അവർ മുമ്പ് ഈ സത്യവിശ്വാസികളെ കുറിച്ച് പലതും ആരോപിച്ചിരുന്നു. ആ ആരോപിച്ച കാര്യങ്ങളെല്ലാം വെറുതെയാവുകയും ഈ ആരോപിച്ചവർ അവർ നരകത്തിന്റെ വിറകുകൾ ആയതുമെല്ലാം ഓർത്തുകൊണ്ട് സത്യവിശ്വാസികൾ ആഹ്ലാദിച്ചു ചിരിക്കും. എന്ന് മാത്രമല്ല, ആ സ്വർഗത്തിൽ വിശ്വാസികളാകുന്ന ആളുകൾ സോഫകളിലിരുന്ന് യൻദുറൂൻ, അവർ നോക്കിക്കൊണ്ടിരിക്കും. സത്യവിശ്വാസികൾ സമാധാനത്തിലും ഏറെ സന്തോഷത്തിന്റെ അങ്ങേയറ്റത്തായിരിക്കും അവരുണ്ടാവുക. അള്ളാഹു അവർക്കൊരുക്കിയ ആ സുഖാനുഗ്രഹങ്ങളിലേക്കും അള്ളാഹുവിന്റെ മുഖത്തേക്കും അവർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും സന്തോഷത്തോടെ. സത്യനിഷേധികൾ ചെയ്തുകൊണ്ടിരുന്നതിന് അവർക്ക് പ്രതിഫലം നൽകപ്പെട്ടുവോ എന്ന്. സോഫകളിൽ ഇരുന്ന് അവരെന്താ നോക്കുക? സത്യനിഷേധികൾ ദുനിയാവിൽ നിന്ന് വിശ്വാസികളെ പരിഹസിച്ചതിന്, വിശ്വാസികളുടെ നേരെ ഇല്ലാഭജനം പ്രചരിപ്പിച്ചതിന്, അവരെ ഉപദ്രവിച്ചതിന്, അതിനൊക്കെ കൃത്യമായ പ്രതിഫലം അവർക്ക് നൽകപ്പെട്ടുവോ എന്നവരിങ്ങനെ നോക്കുന്നതാണ്. അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് തന്നെയല്ലേ അവർക്ക് പ്രതിഫലം ലഭ്യമായത്? സത്യവിശ്വാസികളെ പരിഹസിച്ച് ചിരിക്കുകയും അവര് വഴികേടിലാണ് എന്ന് ആരോപിക്കുകയും ചെയ്തതിന് പകരമായി പരലോകത്ത് വെച്ച് സത്യവിശ്വാസികൾ തിരിച്ച് പകരം ചിരിക്കും. അവർക്കുള്ള ശിക്ഷയും പ്രതികാര നടപടിയും കാണുമ്പോൾ അതവരുടെ ദുഷ്പ്രവർത്തികൾക്കും വഴികേടിനുമുള്ള ശിക്ഷയാണ് എന്ന് ഓർത്തുകൊണ്ട് ചിരിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതായത് അവിശ്വാസികൾ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം അവർക്ക് കിട്ടി. നമ്മുടെ മേൽ പല ആളുകളും പലതും ആരോപിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത് അതാണ്. നമ്മൾക്ക് ചിരിക്കാനുള്ള ഒരു ദിവസമുണ്ട്. നമുക്ക് ചിരിക്കാൻ അള്ളാഹു അവസരം നൽകുന്ന ഒരു ദിവസമുണ്ട്. അതാണ് അള്ളാഹുവിന്റെ നീതി. ഇവിടെ ആരും എത്രയും നമ്മെ പരിഹസിച്ചോട്ടെ, നമ്മെ ഇകഴ്ത്തിക്കോട്ടെ, നമ്മൾ ഇസ്ലാമിന്റെ ആളുകളായതിന്റെ പേരിൽ, നമ്മൾ അള്ളാഹുവിന്റെ ആളുകളായതിന്റെ പേരിൽ, നമ്മൾ മുസ്ലിമീങ്ങളാണെന്ന് ആരുടെ മുഖത്ത് നോക്കിയും ഞാനൊരു മുസ്ലിമാണെന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്നതിന്റെ പേരിൽ അവിശ്വാസികൾ നമ്മെ നോക്കി പരിഹസിക്കുകയും ഇകഴ്ത്തുകയും നമ്മെ നോക്കി പല്ലിളിക്കുകയും ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ ഒരു ലോകം വരാനുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. അവിടെ വെച്ചുകൊണ്ട് നമുക്ക് ആഹ്ലാദിക്കാൻ അള്ളാഹു അവസരം നൽകും. അതാണ് റഹ്മാനായ റബ്ബിന്റെ നീതി. അതാണ് അള്ളാഹുവിന്റെ യുക്തി. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ എല്ലാം അറിയുന്നവനാണ്. അവൻ എല്ലാത്തിനും പരിഹാരം കാണുന്നവനാണ്. അവനാണ് ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ലോകമടക്കി ഭരിക്കുന്ന റഹ്മാനായ റബ്ബ്, ലോകത്തിന്റെ അധിപൻ അത് അള്ളാഹുവാണ്. രാജാവ് അള്ളാഹുവാണ്. അവൻ നീതി അവിടെ നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന സന്തോഷ വാർത്തയോടുകൂടെയാണ് ഈ വിശുദ്ധ സൂറത്തുൽ മുത്തഫിഫീൻ അവസാനിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്തുൽ മുത്തഫിഫീനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാമൂഹികപരമായി നാം പാലിക്കേണ്ട പല മര്യാദകളും പഠിപ്പിച്ചു തന്നു. സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, നരകത്തിന്റെ ഭയാനകതകളെക്കുറിച്ച്, അതേപ്രകാരം സ്വർഗത്തിന്റെ അനുഭൂതികളും അനുഗ്രഹങ്ങളെ കുറിച്ച്, യഥാർത്ഥ തൗഹീദിൽ അടിയുറച്ച് ജീവിക്കുന്നതിന്റെ പ്രാധാന്യങ്ങളെ കുറിച്ചെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുകയും ആയത്തുകളിലൂടെ കൃത്യമായ സന്ദേശം നമുക്ക് നൽകുകയും ചെയ്തു. പഠിക്കുക, പകർത്തുക. അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ നിമിഷം വരെ നമ്മിൽ നിന്ന് വന്നു പോയ എല്ലാവിധ തെറ്റുകളും കുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി നൽകുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പകർത്തുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ എന്ന് പറഞ്ഞ വിഭാഗത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് മുസ്ലിമായി മരിക്കാനും അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടുവാനും നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകളുണ്ട്. ഞങ്ങളുടെ സനാബിലിന്റെ എല്ലാമായ അബൂബക്കർ ഹാജിയെ പോലെയുള്ള എൻ്റെ മാതാവടക്കം പലരും ഈ അടുത്ത ദിവസങ്ങളിലായി മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹുവേ, അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് മർഹമത്ത് നൽകണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട പലരും പല തരത്തിലുള്ള രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. നീ പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്ന്, കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ ഏവരെയും കാത്തു സംരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ദാരിദ്ര്യം കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കരുത് റഹ്മാനെ. അല്ലാഹുവേ, സമ്പത്ത് കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കരുത് റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ പലരും കടക്കാരാണ്. അല്ലാഹുവേ, അനുവദനീയമായ നീ പൊരുത്തപ്പെടുന്ന മാർഗത്തിന് വേണ്ടി മാത്രം കടക്കാരായവരാണ് ഞങ്ങൾ പലരും. അല്ലാഹുവേ, കടം വീട്ടാനുള്ള മാർഗം എളുപ്പമാക്കണം റഹ്മാനെ. അതിനുള്ള മാർഗം നീ തന്നെ തുറന്നു തരണം റഹ്മാനെ. ഞങ്ങൾ ആരെയും മരിക്കുന്ന സമയത്ത് കടക്കാരായി നീ മരിപ്പിക്കരുത് റഹ്മാനെ. കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കരുത് റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് മർഹമത്ത് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഇന്നല്ലെങ്കിൽ നാളെ അവരോടൊപ്പം ചെന്ന് ചേരുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ ഖബറിനെയും നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖബറുകളെ നീ സന്തോഷത്തിലാക്കി നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നാളെ പരലോകത്തിൽ നിന്നെ കാണാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, സ്വർഗ്ഗത്തിലേക്ക് നരകത്തിലേക്ക് രണ്ട് വിഭാഗമായി വേർതിരിക്കുമ്പോൾ ഫരീഖും ഫിൽ ജന്നയിൽ ഞങ്ങളെ ഏവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, കർമ്മരേഖ വലത് കൈയിൽ ഏറ്റുവാങ്ങുന്ന
എന്ന സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. അള്ളാഹുവേ, സ്വർഗത്തിനെ കുറിച്ച് ഞങ്ങൾ പഠിച്ചവരാണ്. അള്ളാഹുവേ, സൂറത്തുൽ മുത്തഫിഫീനിലൂടെയും മറ്റു സൂറത്തുകളിലും ആ സ്വർഗത്തിനെ കുറിച്ച്, അതിന്റെ അനുഭൂതികളെ കുറിച്ച് പഠിച്ചവരാണ്. അള്ളാഹുവേ, ആ സ്വർഗത്തിന്റെ അനുഭൂതികൾ മുഴുവനും ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. അള്ളാഹുവേ, നരകത്തെക്കുറിച്ച്, ആ നരകത്തിന്റെ ഭയാനകതകളെ കുറിച്ച്, നരകത്തിന്റെ വിവിധ ശിക്ഷാമുറകളെ കുറിച്ച് അള്ളാഹുവേ നീ ഞങ്ങൾക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. ആ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഈ വിശുദ്ധ റമളാനിൽ മഗ്ഫിറത്ത് വാങ്ങിയവരായ നിലയിൽ റമളാനെ യാത്രയാക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. ലൈലത്തുൽ ഖദ്റിൽ, ഈ വിശുദ്ധ റമളാനിലെ ലൈലത്തുൽ ഖദ്റിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ഞങ്ങളുടെ ജോലികളിൽ നീ നിന്റെ ബർക്കത്ത് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ ദുആനാ, അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ ദുആനാ, അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ ദുആനാ വസിയാമനാ വസലാതനാ വസുജൂദനാ وركوعنا وسائر أعمالنا تامة إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اجعل هذا الشهر شريفا عظيما رمضان شاهدا لنا لا شاهدا علينا واجعل حجة لنا لا حجة علينا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم اجعلنا من أهل الجنة، اللهم اجعلنا من أهل الجنة، اللهم اجعلنا من أهل الجنة ولا تجعلنا من أهل النار ولا تجعلنا من حطب النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أقول قولي هذا أستغفر الله العظيم لي ولكم وأستغفره عني وعنكم وعن جميع المسلمين والمؤمنين أجمعين واستغفروا إنه هو الغفور الرحيم. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധ റമളാനിന്റെ ഇനിയുള്ള ദിവസങ്ങളെ പരമാവധി സ്വർഗത്തിന് വേണ്ടി കിടമത്സരം നടത്തുക. നാം പഠിച്ചതുപോലെ അതിനു വേണ്ടി മത്സരിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ സനാബിലിന് വേണ്ടി കഠിനമായ പ്രയത്നം ചെയ്യുന്ന അതിലെ പണ്ഡിതന്മാർക്ക് വേണ്ടി, അതിൻ്റെ പ്രവർത്തകന്മാർക്ക് വേണ്ടി, അതിൻ്റെ അഡ്മിന്മാർക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണമെന്ന് വസിയത്ത് നൽകുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.